Hi guys, good morning. How are you? Today I focused on the topic rhetorical modes in writing, in academic writing എന്നുള്ള ഏരിയയാണ് ഇന്നെടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വാട്ട് ഈസ് റെട്രിക് എന്ന് നോക്കണം. റെട്രിക് മീൻസ് ദ ആർട്ട് ഓഫ് ഇഫക്റ്റീവ് ഓർ പെർസ്യൂസീവ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. നമ്മൾ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പെർസ്യൂസീവ് പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നതിന് എഴുതുന്നതിനെയാണ് നമ്മൾ റെട്രിക് എന്നുള്ള ടേമാണ് ഉദ്ദേശിക്കുന്നത്. ദ ആർട്ട് ഓഫ് effective or persuasive speaking or writing is known as rhetoric. The art of effective or persuasive speaking or writing is known as rhetoric. Rhetorical modes or strategies. What is it? The presentation or the style they presented in their works. അതിനാണ് റെട്രിക്കൽ മോഡ്സ് ഓഫ് സ്ട്രാറ്റജികൾ. ദ പ്രസൻറ്റേഷൻ ഓർ ദി സ്റ്റൈൽ ദ പ്രസൻറ്റഡ് ഇൻ ദ വർക്ക്. ഓരോരുത്തരും അവരുടെ വർക്കിൽ ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ റെട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു മേക്ക് മോർ ബ്യൂട്ടിഫുൾ വി യൂസ് റെട്രിക്കൽ മോഡ്സ് ഇൻ അവർ അക്കാഡമിക് റൈറ്റിംഗ്. എന്താണ്? നോട്ട് ടു മേക്ക് അവർ പ്രസൻറ്റേഷൻ മോർ ബ്യൂട്ടിഫുൾ വി മേക്ക് യൂസ് ഓഫ് റെട്രിക്കൽ മോഡ്സ് ഓർ സ്ട്രാറ്റജീസ്. റെട്രിക് മീൻസ് ദ ആർട്ട് ഓഫ് ഇഫക്റ്റീവ് ഓർ പെർസ്യൂസീവ് സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പിന്നെ റെട്രിക്കൽ മോഡ്സ് ഉപയോഗിക്കുന്നത് ദ പ്രസൻറ്റേഷൻ. റെട്രിക്കൽ മോഡ്സ് എന്ന് പറഞ്ഞത് പ്രസൻറ്റേഷൻ ഓർ ദ സ്റ്റൈൽ ദ പ്രസൻറ്റഡ് ഇൻ ദ വർക്ക്. വി മേക്ക് യൂസ് റെട്രിക്കൽ മോഡ്സ് ഇൻ ഓർഡർ ടു മേക്ക് അവർ അക്കാഡമിക് റൈറ്റിംഗ് മോർ ബ്യൂട്ടിഫുൾ വൺ. ഓക്കെ, there are some list of rhetorical modes. First one, rhetorical modes key functions. Narration. Rhetorical mode narration ആണ്. അതിന് കീ ഫങ്ഷൻ റീകൗണ്ടിങ് ഇവൻറ്റ്സ്. നമ്മളെന്ത് ചെയ്യുക, ഓരോ ഇവൻറ്റ്സിനെയും റീകൗണ്ട് എടുക്കുക. എന്താ നമ്മൾ റീതിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവം, റീകൗണ്ട് ഇവൻറ്റ്സ്. പിന്നെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ എന്താണ്? ടു ഡിസ്ക്രൈബ് ഓർ പോർട്രേ പീപ്പിൾ, തിങ് ഓർ പ്ലേസസ്. എന്താണ് ഡിസ്ക്രിപ്ഷൻ? നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, അതൊന്ന് നിർവചിക്കാം. ടു ഡിസ്ക്രൈബ് ഓർ പോർട്രേ പീപ്പിൾ, തിങ്സ് ഓർ പ്ലേസ്. വസ്തുക്കളെയോ ജനങ്ങളെയോ അല്ലെങ്കിൽ പ്ലേസുകൾ, സ്ഥലങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, നമ്മൾ അനുഭവങ്ങളൊക്കെ പറയുന്നതിനാണ് എന്ത് പറയുക, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഇല്ലുസ്ട്രേഷൻ ഓർ എക്സംപ്ലിഫിക്കേഷൻ. എക്സംപ്ലിഫിക്കേഷൻ മീൻസ് എക്സാമ്പിൾ എന്നാണ്. ഇല്ലുസ്ട്രേഷനോ തന്നെയാണ്. ഇല്ലുസ്ട്രേഷനോ എക്സംപ്ലിഫിക്കേഷൻ എക്സാമ്പിൾ. എക്സലൻറ്റ് വിത്ത് ഇല്ലുസ്ട്രേഷൻ ഓർ എക്സാമ്പിൾസ്. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും ഉദാഹരണം വെച്ചിട്ട് സംസാരിക്കുന്നതിനാണ് ഇല്ലുസ്ട്രേഷൻ ഓർ എക്സംപ്ലിഫിക്കേഷൻ എന്ന് പറയുക. ഡിവിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, അത് തന്നെ ഉണ്ടല്ലേ. ടു എക്സ്പ്ലെയിൻ കാറ്റഗറീസ് ആൻഡ് പാർട്സ്. നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ഡിവൈഡ് സംസാരിക്കുന്നതിനാണ് പറയുക. നെക്സ്റ്റ് വൺ, പ്രോസസ് അനാലിസിസ്. ടു എക്സ്പ്ലെയിൻ ഹൗ സംതിങ് വർക്ക്സ് ആൻഡ് ടു ഷോ ഹൗ സംതിങ് ക്യാൻ ബി ഡൺ. നമ്മളെന്ത് ചെയ്യുക, ഓരോ പ്രോസസ്സിലൂടെ എക്സ്പ്ലെയിൻ ഹൗ സംതിങ് വർക്ക്സ്, എങ്ങനെയാണ് ഒന്ന് വർക്ക് ചെയ്യുന്നത്, ആൻഡ് ഹൗ സംതിങ് ക്യാൻ ബി ഡൺ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓരോ പ്രോസസ്സ് വഴി ചെയ്യുന്നതിനാണ് പറയുന്നത് പ്രോസസ് അനാലിസിസ്. നെക്സ്റ്റ് വൺ, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. ടു ഷോ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ടു ഷോ കമ്പാരിസൺസ് ആൻഡ് ഡിഫറൻസസ്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അല്ലേ. കമ്പാരിസൺ കോൺട്രാസ്റ്റ് നമുക്കറിയാം. കമ്പയർ പറഞ്ഞാൽ സിമിലാരിറ്റി, കോൺട്രാസ്റ്റ് പറഞ്ഞാൽ ഡിഫറൻസ്. ടു ഷോ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. നെക്സ്റ്റ് വൺ ഈസ് കോസ് ആൻഡ് ഇഫക്റ്റ്. ടു എക്സ്പ്ലെയിൻ യൂസിങ് റീസൺസ് ആൻഡ് റിസൾട്ട്. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ എന്താണ് റിസൾട്ടും നമ്മൾ നോക്കുക. ടു എക്സ്പ്ലെയിൻ യൂസിങ് റീസൺസ് ആൻഡ് റിസൾട്ട്. ഡെഫിനിഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ. ടു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ സംതിങ്. നമ്മൾ എന്താണോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർsuasion. ടു മേക്ക് ക്ലെയിം ആൻഡ് സബ്സ്റ്റാൻഷിയേറ്റ് ദം കൺവിൻസിലി. സബ്സ്റ്റാൻഷിയേറ്റ് എന്നാൽ അതിന് നമ്മൾ എന്താ ഉദാഹരണം എന്നുള്ളതൊക്കെയാണ്. ടു മേക്ക് ക്ലെയിം ആൻഡ് സബ്സ്റ്റാൻഷിയേറ്റ് ദം കൺവിൻസിലി. നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനെയും ഉദാഹരണ സഹിതം കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിനാണ് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർsuasion എന്ന് പറയുക. ഇനി നിങ്ങളെ ബുക്കിലുള്ള ആക്ടിവിറ്റിയാണ് പ്രിപ്പയർ ആൻ ഔട്ട്ലൈൻ ഫോർ 5 പാരഗ്രാഫ് എസ്സേ ഓൺ ടോപ്പിക് ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾ 5 പാരഗ്രാഫ് എസ്സേ എഴുതുക. പിന്നെ work in small group, discuss the suitable rhetorical modes and approaches, writing essays, questions, containing each other instruction of words given in this unit, present your findings. നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം, അത് കുറച്ചുകൂടെ നന്നാവും.
ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതണം കേട്ടോ. ഡിസ്കസ് ദ ജാനേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് ദെയർ ഡിസ്റ്റിങ്ക്റ്റീവ് യൂസ്. എന്തൊക്കെയാണ് ജാനേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയായിരുന്നു ജാനേഴ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്? എസ്സേ, academic essay, research proposal or article, proposals. Genres of academic, first one essays and academic essays, second one research paper or article ആയിരുന്നു, third one proposals ആയിരുന്നു, fourth one case study ആയിരുന്നു, പിന്നെ review of literature, dissertation or thesis അല്ലേ. Next question, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ കേസ് സ്റ്റഡി എക്സ്പ്ലെയിൻ. എന്തായിരുന്നു കേസ് സ്റ്റഡിൻ്റെ ഫീച്ചേഴ്സ്? നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. ഓരോ കേസുകൾ കണ്ടിട്ട് നമ്മൾ പഠിക്കുക, എന്നിട്ട് അതിലുള്ള പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ സ്റ്റെപ്പാണുള്ളത്? ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്, എയിം ഓഫ് സ്റ്റഡി, ബാക്ക്ഗ്രൗണ്ട് ഓർ ഹിസ്റ്ററി, മെത്തഡോളജി, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിസൾട്ട്, ഡിസ്കഷൻ, റെക്കമെൻഡേഷൻ, കൺക്ലൂഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആ ക്ലാസ് നോക്കിയാൽ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്താൻ പറ്റും. നെക്സ്റ്റ്, ഹൗ വുഡ് യു ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ എ തിസിസ് ആൻഡ് ഡെസർട്ടേഷൻ. തിസിസും ഡെസർട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം പേജ് നമ്പറിലാണ് വ്യത്യാസം. തിസിസ് ഡെസർട്ടേഷനിലേറെ വലുതാണ് തിസിസ്. പിന്നെയോ അത്രയുള്ള വ്യത്യാസം. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ ഇതിനനുസരിച്ച് മാറും അല്ലേ. ഫോർ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ് തിസിസ് ഈസ് ഫൈനൽ പ്രോജക്റ്റ് ഓഫ് മാസ്റ്റർ ഡിഗ്രി. തിസിസ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രിയിൽ നമ്മൾ പി ജിക്ക് പഠിക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതിനെ പറയാം. ഡെസർട്ടേഷൻ ഡോക്ടറൽ ഡിഗ്രിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് പറയുക. പിന്നെ യുണൈറ്റഡ് കിങ്ഡത്തിൽ തിസിസാണ് ഡോക്ടറൽ ഡിഗ്രിക്കുള്ളത്, മറ്റേത് ഡിസർട്ടേഷൻ ഫോർ മാസ്റ്റർ ഡിഗ്രിയാണ്. തിരിച്ചും മറിച്ചുമാണ് അത് എഴുതാം. പിന്നെ ഇതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കൊടുത്തത് സ്ട്രക്ചർ ഫോളോ വാസ് സിമിലർ ഓൾദോ ദർ ആർ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് പേജസ്. ഓക്കെ. Doctor thesis dissertation is usually lengthier compared to the master project. Dissertation thesis are reports, make research work carried out the scholars. അപ്പം thesis ആണ് വലിയത്, ഡെസർട്ടേഷൻ ചെറുതാണ്. പിന്നെ അതിൻ്റെ ഡിഫറൻസ് ആ ബുക്കിൽ കൊടുത്ത പോലെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്ത വലിയ ബുദ്ധിമുട്ടാണ് മക്കളെ. ഈ പേപ്പർ നമുക്കൊക്കെ കൂടി എഴുതിയെടുത്ത് തരാനും കഴിയില്ല, അങ്ങനത്തെ ഒരു ബുക്കാണ് അത്. ഒരുപാടുണ്ട് ഇതിൽ. അതിൻ്റെ പറഞ്ഞെന്താണ്? ടു എക്സ്പെക്ട് കവർ ദ ബ്രോഡ് ഏരിയ ഓഫ് റിസർച്ച് ടോപ്പിക്, ലിറ്ററേച്ചർ വിച്ച് ആർ കറൻറ്റ് ഓർ അപ് ടു ഡേറ്റ്, ദെൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് വർക്ക് റെലവൻറ്റ് ടു ദ ടോപ്പിക്, ഈസ് ഇറ്റ് ഇൻ ഡെപ്ത് ആൻഡ് തറോ, that does not leave out any significant work in the field, attempt to look at previous writing with critical eyes, often finding out the methodological and other shortcomings of the work reviewed, use techniques or reference in indicate details of work reviewed. നിങ്ങളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. Bring out the major approaches to writing. എന്തൊക്കെയാണ് മേജർ അപ്രോച്ചസ് ഓഫ് റൈറ്റിംഗ്? എക്സ്പോസിറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, പെർസ്യൂസീവ്, അനലറ്റിക്കൽ, ക്രിറ്റിക്കൽ ഓർ ഇവാലുവേറ്റീവ്, നറേറ്റീവ് ഓർ റിഫ്ലക്റ്റീവ്. ഇതാണ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്. ലിസ്റ്റ് ദ റെട്രിക്കൽ മോഡ് ആൻഡ് ദെയർ യൂസസ്. റെട്രിക്കൽ മോഡ് ആൻഡ് യൂസസ് ഇന്ന് നമ്മൾ ക്ലാസ് എടുത്ത് നറേഷൻ, റീകൗണ്ടിങ് ദ ഇവൻറ്റ്സ്, description to describe or portray people, things and places, illustration, exemplification, explain with the illustration and examples, division and classification to explain categories and parts, process analysis to explain how things works and how to show how something can be done, comparison contrast to show similarities and difference, cause and effect to explain using reasons and result, definition to explain what you mean by something, argument as a persuasion to make claim and substantiate them convincingly. ഇതാണ് അതിൻ്റെ മോഡ്സ് ഓഫ് ലിറ്ററേച്ചർ മോഡ്സ്. വാട്ട് ആർ ദ പോപ്പുലർ സ്റ്റൈൽ ഗൈഡ് ഇൻ യൂസ് ടുഡേ. സ്റ്റൈൽ ഗൈഡ് ഏതാണ് അല്ലേ? സ്റ്റൈൽ ഗൈഡ് അത് നമ്മൾ MLA ഹാൻഡ് ബുക്കാണ് അതിൻ്റെ സ്റ്റൈൽ ഗൈഡായിട്ട് ഉപയോഗിക്കുക. MLA ഹാൻഡ് ബുക്ക് അത് നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന അപ്പോൾ എടുക്കാം. MLA ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞ സംഭവമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും അതിലാണ് നോക്കുക.
MLA ഹാൻഡ്ബുക്കാണ് അതിൻ്റെ ആൻസർ കേട്ടോ. റൈറ്റ് ബ്രീഫ് ഓൺ ദ സെക്ഷൻസ് ഇൻ എ സീരിയൽ സോഷ്യൽ സയൻസ് ഡെസർട്ടേഷൻ. സോഷ്യൽ സയൻസ് ഡെസർട്ടേഷൻ എഴുതുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഇൻ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഹ്യൂമാനിറ്റീസ് ദ ഹോൾ ദിസ് ഈസ് ഡിവൈഡ് ഇൻ ടു ഇൻട്രൊഡക്ഷൻ, നോട്ട് ലെസ് ദാൻ 3 ചാപ്റ്റേഴ്സ്. ഇൻട്രൊഡക്ഷൻ വേണം, 3 ചാപ്റ്റേഴ്സ് വേണം, കൺക്ലൂഷൻ വേണം, റെഫറൻസ് ഓർ വർക്ക് സൈറ്റഡ് ബിബ്ലിയോഗ്രഫി, ഇതിൽ ഏതെങ്കിലും ഒന്നും വേണം. നമ്മൾ പറഞ്ഞിരുന്നു എന്നല്ല അല്ലേ? എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, 3 ചാപ്റ്റേഴ്സ്, കൺക്ലൂഷൻ, റെഫറൻസ്, വർക്ക് സൈറ്റഡ് ഓർ ബിബ്ലിയോഗ്രഫി, ഇത് 3 ഒന്ന് തന്നെ, അതിൽ ഏതെങ്കിലും ഒന്നും കൂടെ വേണം. ഇതാണ് സോഷ്യൽ സയൻസിൻ്റെ ബിസിനസ് സെൻറ്റർ കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. താങ്ക് യു.